നമസ്കാരം. അതിവേഗ റെയിൽവേ പദ്ധതി സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നു. കേന്ദ്ര സർക്കാർ താൽപര്യത്തിൽ ഇ ശ്രീധരൻ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽവേ പദ്ധതിക്ക് ബദലായി മറ്റൊരു അതിവേഗ റെയിൽപാതയുമായി കേരളം രംഗത്തെത്തി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റൂട്ടിൽ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. നേരത്തെ ആസൂത്രണം ചെയ്ത കെ-റെയിൽ പദ്ധതി പ്രാവർത്തികമാകില്ലെന്ന ഘട്ടത്തിലാണ് പുതിയ പദ്ധതി സംസ്ഥാനം അവതരിപ്പിച്ചത്. 583 കിലോമീറ്റർ നീളത്തിലാണ് പദ്ധതി. 4 ഘട്ടമായിട്ടാണ് നടപ്പാക്കുക. പദ്ധതിക്കായി സംസ്ഥാനത്തിന്റെ താൽപര്യം അറിയിച്ച് കേന്ദ്ര സർക്കാരിന് ഔപചാരികമായി കത്തയക്കും. അതിനാവശ്യമായ കൂടിയാലോചനകൾ ആരംഭിക്കുവാനും ഗതാഗത വകുപ്പിനെ മന്ത്രിസഭ ചുമതലപ്പെടുത്തി. കെ-റെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അതിവേഗ റെയിൽ പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോകുന്നത്. ഡൽഹി മീററ്റ് RRTS മാതൃകയിലാണ് കേരളത്തിൽ നടപ്പാക്കുക. മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വരെ വേഗം, കുറഞ്ഞ സ്റ്റേഷൻ ഇടവേള, ഉയർന്ന യാത്രാശേഷി എന്നിവയാണ് പ്രത്യേകത. മീററ്റ് മെട്രോ എന്നത് RRTSുമായി സംയോജിപ്പിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഈ സംവിധാനം പൂർണ്ണമായി ഗ്രേഡ് സെപ്പറേറ്റഡ് ആയിട്ടാണ് നടപ്പിലാക്കുക. NCRTC വഴി ഡൽഹി NCR മേഖലയിൽ നടപ്പിലാക്കുന്ന RRTS പദ്ധതി ഡൽഹി NCR പരിധിക്ക് പുറത്തേക്കും പരിഗണിക്കാമെന്ന അനുകൂല നിലപാട് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ട്. DPR സമർപ്പിക്കപ്പെടുന്നത് അനുസരിച്ച് കേരളത്തിലെ RRTS പദ്ധതിയും ഗൗരവമായി പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി കേരള സന്ദർശന വേളയിൽ അറിയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിനായി അതിവേഗ റെയിൽവേ സംവിധാനമായ RRTS നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ജനസാന്ദ്രതയും പരിസ്ഥിതി പരിരക്ഷ ആവശ്യമായ ഭൂപ്രകൃതിയും കണക്കിലെടുത്ത് തറനിരപ്പിൽ കൂടെയുള്ള മോഡലിന് പകരം തൂണുകൾ വഴിയുള്ള മോഡലാണ് സ്വീകരിക്കുന്നത്. ഇതിലൂടെ ഭൂമി ഏറ്റെടുപ്പ് ഗണ്യമായി കുറയ്ക്കുവാനും പ്രകൃതിദത്ത ജലപ്രവാഹം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാനും ചില പ്രദേശങ്ങളിൽ ഉയർന്നു വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കുവാനും സാധിക്കും. പദ്ധതിയുടെ ഭൂരിഭാഗവും തൂണുകളിൽ കൂടെയും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം എംബാങ്ക്മെന്റ്, ടണൽ എന്നിവയിലൂടെയും ആയിരിക്കും. RRTS നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കും. കൊച്ചി മെട്രോയുമായും ഭാവിയിൽ വിഭാവനം ചെയ്യുന്ന തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ മെട്രോ സംവിധാനങ്ങളും RRTS സ്റ്റേഷനുകളായി സംയോജിപ്പിക്കാൻ സാധ്യമാകും. ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി മെച്ചപ്പെടുകയും സ്വകാര്യ വാഹനാശ്രയം കുറയുകയും ചെയ്യും. പദ്ധതി ചെലവിന്റെ 20% സംസ്ഥാന സർക്കാർ, 20% കേന്ദ്ര സർക്കാർ, ശേഷിക്കുന്ന 60% അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദീർഘകാല വായ്പ എന്ന നിലയിലാണ് ഡൽഹി RRTS നടപ്പിലാക്കുന്നത്. ഇതേ മാതൃകയാണ് കേരളത്തിലും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ 1 മണിക്കൂർ 20 മിനിറ്റും, തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് 2.5 മണിക്കൂറും, തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ 3.25 മണിക്കൂർ സമയവുമാണ് വേണ്ടിവരുന്ന അതിവേഗ റെയിൽവേ പാതയ്ക്കാണ് ഇ ശ്രീധരൻ വിഭാവനം ചെയ്തത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ ആയിരിക്കും ട്രെയിനിന്റെ വേഗം. കേരളത്തിൽ 22 സ്റ്റോപ്പുകളാവും ഉണ്ടാവുക. സിൽവർ ലൈനിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ 1/3 ഭാഗം ഭൂമി മാത്രമേ അതിവേഗ റെയിലിന് വേണ്ടി വരികയുള്ളൂ. 70% എലിവേറ്റഡ് പാതയും 20% തുരങ്കപാതയുമായിരിക്കും. തിരുവനന്തപുരം, കൊച്ചി, കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളങ്ങൾ ബന്ധിപ്പിക്കുന്നതാവും അതിവേഗ റെയിൽ പദ്ധതി. പദ്ധതിക്കെതിരെ സമരം പാടില്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ആവശ്യത്തിന് മാത്രമേ സ്ഥലം ഏറ്റെടുക്കുകയുള്ളൂ. തൂണുകളുടെ പണി കഴിഞ്ഞാൽ ഭൂമി തിരികെ നൽകും. ആ ഭൂമിയിൽ കെട്ടിടങ്ങൾ കെട്ടാൻ അനുമതി ഉണ്ടാവില്ല. കൃഷി ആവശ്യങ്ങൾക്ക് മറ്റും ഉപയോഗിക്കുകയും ചെയ്യാമെന്നും ശ്രീധരൻ പറഞ്ഞിരുന്നു. പരമാവധി ആളുകളെ കയറ്റണമെന്നതിനാൽ 25 കിലോമീറ്ററിനിടയിൽ സ്റ്റോപ്പ് അനുവദിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ, എയർപോർട്ട്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, അടൂർ, ചെങ്ങന്നൂർ, കോട്ടയം, വൈക്കം, എറണാകുളം, ആലുവ, നെടുമ്പാശ്ശേരി, തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, തിരൂർ, കരിപ്പൂർ വിമാനത്താവളം, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ. 8 കോച്ചുകളാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. പരമാവധി 16 കോച്ചുകൾ മാത്രമേ പാടുള്ളൂ. നിലവിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയുള്ള കോച്ചുകൾ തന്നെയായിരിക്കും ഉപയോഗിക്കുക. 8 കോച്ചിൽ 560 ആളുകൾക്ക് സഞ്ചരിക്കാം. നിന്നു പോകൽ സാധ്യമല്ല. 1 കിലോമീറ്റർ ദൂരത്തിന് എല്ലാം ഉൾപ്പെടെ ചെലവ് 200 കോടിയാണ്. ആകെ 86,000 കോടി രൂപ ചെലവ് വരും. പണി പൂർത്തിയാകുമ്പോഴേക്കും 1 ലക്ഷം കോടി ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇ ശ്രീധരൻ പറഞ്ഞു.